ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിന്നെ ദൈവം സമർത്ഥമായിട്ട് അങ്ങോട്ട് അനുഗ്രഹിക്കട്ടെ. നിന്റെ കൂടെ ദൈവത്തിൻ്റെ നിറസാന്നിധ്യം ഉണ്ടാകട്ടെ. ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുന്ന വ്യക്തിയല്ല. നമ്മുടെ പ്രാർത്ഥനകളിൽ നിന്ന് മുഖം തിരിക്കാറുമില്ല. വചനം ഇപ്രകാരം ഓർമ്മപ്പെടുത്തിയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 8-ാം തിരുവചനം. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നോക്കിക്കേ, എത്ര കാര്യമായിട്ട് ഈശോ പിതാവിനെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുക. നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിൻ്റെ ആവശ്യം പിതാവ് അറിയുന്നു. അത്രമാത്രം കരുതലോടെ കാത്തിരിക്കുന്ന ഒരു പിതാവാണ് നിനക്കുള്ളത്. ആ ഒരു ബോധ്യം നിനക്ക് എത്രത്തോളമൊക്കെ ഉണ്ട്. സ്നേഹിക്കുന്ന ഒരു അപ്പച്ചനെ കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും നിനക്ക് ജീവിതത്തിൽ ആനന്ദമായിരിക്കും. ദൈവം കൂടെയുള്ളൊരു ഫീലുണ്ടാവും. നോമ്പുകാലമല്ലേ, ദൈവത്തിൻ്റെ നിറസാന്നിധ്യത്തെ ഒന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതൊക്കെ നീ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിന്റെ അപ്പച്ചൻ, സ്വർഗീയ അപ്പച്ചനെ കുറിച്ചുള്ള ഒരു ബോധ്യം ഈ വ്യക്തിക്ക് ആഴത്തിൽ നീ നൽകണമേ. സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. ആ പിതാവ് എല്ലാം കാണുന്നു എന്നും അനുഗ്രഹിക്കാൻ കൂടെ ഉണ്ടെന്നുള്ള ചിന്തയിൽ എല്ലാ ദിവസവും ധന്യമാകട്ടെ. സർവ്വവിധ ദാനങ്ങൾ കൊണ്ടും ഇന്നത്തെ ദിവസം നിറയപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും ഈശോയെ നിന്റെ നാമത്തിൽ ഈ വ്യക്തിക്ക് സംരക്ഷണം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.